ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സമൂസ ഷീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സമൂസ ഷീറ്റ് മാത്രമല്ല നമുക്ക് സ്പ്രിംഗ് റോൾ അതുപോലുള്ള എല്ലാ സ്നാക്ക് ഐറ്റവും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഷീറ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റീം ചെയ്തിട്ടാണ്, അതായത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ല സ്പീഡിൽ വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കേണ്ടത്. ഇനി ഈ ഒരു രീതിയിലാണ് ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ മാവൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂസ ഷീറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവിയിലാണ്. അപ്പോൾ അതിന് വേണ്ട നമുക്ക് ഇതുപോലൊരു പാത്രം എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണും. ഇപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ കിട്ടും ഇങ്ങനത്തെ ഒന്ന്. പിന്നെ നമ്മൾ അരിയൊക്കെ ഊറ്റാനായിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ പാത്രമാണ്. അപ്പോൾ അതിലോട്ട് ഇതുപോലൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതായത് ആ മേളിൽ ആ ഹോളുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വെച്ച് കൊടുത്ത ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം മാവ് നന്നായിട്ട് കലക്കി ഒന്ന് സാധാരണ നമ്മൾ നെയ് റോസ്റ്റൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്പാച്ചിലയോ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ആ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധിച്ച് അതൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ച് വേണം എടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നിങ്ങളിത് ചുട്ടെടുക്കുമ്പോൾ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കേണ്ടത്. കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആവി കയ്യിലടിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ച വെള്ളം തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാം ചുട്ടതിന് ശേഷം ഇത്രത്തോളം ഉണ്ട്. കാരണം ഒരുപാടൊന്നും വറ്റിയിട്ടില്ല. അതായത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊന്നും പെട്ടെന്ന് വറ്റാതെ തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് എല്ലാ ഷീറ്റും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം, സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യുന്ന അതായത് ചിക്കൻ പോക്കറ്റ്, അതുപോലെ പോക്കറ്റ് ടൈപ്പിലുള്ള എല്ലാ സ്നാക്സും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും തിന്നും ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ അധികം കൂടുതൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ ഒരു സിബ്ലോക്ക് ബാഗിൽ സൂക്ഷിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും കേടായി പോവില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum.